കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മരിച്ച സോനയുടെ കുടുംബം. സോനയെ കൊണ്ട് പെട്രോൾ വാങ്ങിപ്പിച്ച് രജിൻലാൽ തന്നെ ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും അമ്മ വസന്തകുമാരി 24-നോട് പറഞ്ഞു. പെട്രോൾ വാങ്ങിയ എൻ്റെ മോളിനെ അയക്കാം, പക്ഷെ എൻ്റെ മോള് സ്വന്തം വാങ്ങിയതല്ല, അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചത് തന്നെയാണ്. ആരോഗ്യമില്ലാതെ തന്നെയാണ് വാങ്ങിപ്പിച്ചത്. എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല, പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന മോളാണെന്നുണ്ട് എന്തെങ്കിലും ഒരു വിഷമം ഉള്ളതായിട്ട് എനിക്ക് തോന്നും. ഞാൻ അവളെ അമ്മയല്ലേ. അപകടം നടക്കുന്നതിന് മുമ്പ് സോന പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പിന്നാലെയാണ് ആസൂത്രിതമായ തീപിടുത്തമെന്ന പോലീസിന്റെ സ്ഥിരീകരണം. സോന തന്നെ മനഃപൂർവ്വം കത്തിച്ചതോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. കാർ ഓടിക്കുന്നതിനിടെ പെട്രോൾ ഗന്ധം വന്ന് തീ പടർന്നെന്നാണ് ഭർത്താവ് രജിൻലാലിന്റെ മൊഴി. എന്നാൽ ഇതെല്ലാം പാടെ തള്ളുകയാണ് സോനയുടെ കുടുംബം. ഒരു പക്ഷേ കാറിൽ നിന്ന് ഇറക്കിയിട്ട് ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ല. അതൊരു സംശയത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാണ്ട് അവള് വാങ്ങാനും ഇത് ചെയ്യാനും യാതൊരു പഴുതും ഇതിലില്ല. സോനയെ കാണുന്നതിന് തങ്ങളെ വിലക്കിയിരുന്നെന്നും പല ദിവസങ്ങളിലും സോന തന്നെ വിളിച്ചു കരഞ്ഞിട്ടുണ്ടെന്നും സഹോദരൻ സോനുവും പറയുന്നു. ഞാൻ അവളെ കണ്ടിട്ട് കുറേ ആയിരുന്നു. പിന്നെ അവളുടെ അടുത്ത് കാണുമെന്ന് പറഞ്ഞാൽ അവളെ വിളിച്ച സമയത്ത് അവളുടെ അടുത്ത് പറഞ്ഞത് ഇവിടത്തോട്ട് വരണ്ട, അതായത് കല്യാണം കഴിച്ചാൽ വീട്ടിലോട്ട് വരണ്ട, നീ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പറയുമ്പോഴൊക്കെ അവൾ കരയുന്നുണ്ടായിരുന്നു. അവളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ബോഡി ലാംഗ്വേജ് അതല്ല, അതെനിക്ക് നല്ലോണം അറിയാം. സോന തന്നെ തീ കൊളുത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിയമപരമായി പോകാൻ തന്നെയാണ് സോനയുടെ കുടുംബത്തിന്റെ തീരുമാനം. 24 കോഴിക്കോട്. ഏതായാലും സോനയുടെ ബന്ധുക്കൾ ഇപ്പോഴും സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. പോലീസിന് ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. സോന തന്നെയാണോ തീയിട്ടതെന്ന സംശയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പമ്പിൽ നിന്ന് സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നത്. ദിലിഷ തിലകൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദിലിഷ, സോനയുടെ മാതാവുമായി സംസാരിച്ചത് ദിലിഷയാണ്. അവർ ആദ്യം മുതൽ തന്നെ ഇവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, രജിൻലാലിന്റെ ചില സ്വഭാവ ദൂഷ്യം ആരോപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സോന തന്നെയാണോ ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ദേശത്തിന് പുറത്ത് ജീവനൊടുക്കുകയും ഒപ്പം ഭർത്താവിനെ കൂടി അപായപ്പെടുത്തുക എന്ന് ആലോചിച്ച് സോന തന്നെ ചെയ്തതാണോ ഇത് എന്ന സംശയം വരുന്നത് ഈ ക്യാനും അതിലുള്ള പെട്രോളുമായി സോന നടന്നു വരുന്ന ഈ ദൃശ്യങ്ങളാണ് സംശയം ഉണ്ടാക്കുന്നത്. രജിൻലാലിന്റെ മൊഴിയെടുക്കാനായിട്ടുണ്ടോ, അയാളിൽ നിന്ന് ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത തേടാൻ 60% പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന അയാളുടെ അടുത്തു നിന്ന് അങ്ങനെ ഒരു വിവരം ലഭിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഗോകുൽ, രജിൻലാലിന്റെ ആദ്യ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചതാണ്. അതിൽ രജിൻലാൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ വാഹനം ഓടിച്ച് വീടിന് മുൻവശം എത്തുന്നതിന് ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പായിട്ടാണ് വാഹനത്തിൽ നിന്നും പെട്രോളിന്റെ ഗന്ധം ഉയരുന്നത്. സോന പുറകുവശത്തെ സീറ്റിലാണ് ഇരുന്നത്. ഇതെന്താണ് പെട്രോളിന്റെ ഈ ഒരു ഗന്ധം എന്ന് ചോദിക്കുമ്പോഴേക്ക് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘത്തോട് രജിൻലാൽ നൽകിയ മൊഴി. എന്തായാലും ഈ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു തീപിടുത്തം എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു സ്ഥിരീകരണം. മാത്രമല്ല ഇത് സോന തന്നെ ചെയ്തതാണോ കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ രജിൻലാലുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, കുടുംബവും ഒരു ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ സോന തന്നെ ചെയ്തതാണോ എന്നൊരു സംശയത്തിലാണ് അന്വേഷണ സംഘം. എന്തായാലും ഒന്നുകൂടി രജിൻലാലിന്റെ മൊഴി എടുക്കാനുള്ളൊരു നീക്കത്തിലാണ്. മാത്രമല്ല ബന്ധുക്കളുടെ മൊഴി കൂടി എടുക്കും. രജിൻലാല് 65%-ലധികം പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഈ സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ പാടെ തള്ളുകയാണ് സോനയുടെ കുടുംബം. നമ്മളോട് പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമപരമായി രജിൻലാലിനെതിരെയും രജിൻലാലിന്റെ ബന്ധുക്കൾക്കെതിരെയും മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് സോനയുടെ മാതാവ് എന്നുള്ളതാണ്. കാരണം ഏതായാലും ഈ ഫോറൻസിക് പരിശോധനയിൽ ഒരു സ്വാഭാവികമായ തീപിടുത്തമേ അല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. പക്ഷേ ആര് എന്തിനു വേണ്ടി ചെയ്തു, അത് സോനയാണോ രജിൻലാലാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.